പ്രൈസ് ദി ലോർഡ്. ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം സദൃശവാക്യങ്ങൾ 6-ാം അധ്യായം 23-ാം വാക്യം. കൽപ്പന ഒരു ദീപവും ഉപദേശം ഒരു വെളിച്ചവും പ്രബോധനത്തിൻ്റെ ശാസനകൾ ജീവന്റെ മാർഗവുമാകുന്നു. ശലോമോന്റെ സദൃശവാക്യങ്ങൾ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ജ്ഞാനത്തിൻ്റെ പുസ്തകമാണ്. ഇതിൽ ബുദ്ധിയോടുള്ള പെരുമാറ്റം, സദാചാരം, നീതി, ധർമ്മം ഇവയ്ക്ക് വേണ്ടിയുള്ള ജ്ഞാനം പകർന്നു നൽകുന്നതാണ്. കൂടാതെ സാധാരണക്കാരന് ദീർഘദൃഷ്ടിയും ബാലന്മാർക്ക് ജ്ഞാനവും വകതിരിവും ജ്ഞാനിക്ക് വിദ്യാഭിവൃദ്ധിയും നൽകിത്തരുന്ന പുസ്തകമാണ് ഈ സദൃശവാക്യങ്ങൾ. ജ്ഞാനത്തിൻ്റെ ആരംഭം യഹോവ ഭക്തിയാണെന്ന് വ്യക്തമായി ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ വചനത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. അതായത് കൽപ്പന ഒരു ദീപവും ഉപദേശം ഒരു വെളിച്ചവും പ്രബോധനത്തിൻ്റെ ശാസനകൾ ജീവന്റെ മാർഗവുമാകുന്നു. പ്രിയ മക്കളെ, എങ്കിൽ ഇന്ന് എത്ര പേരാണ് മറ്റുള്ളവരുടെ ഉപദേശവും ശാസനയും കേൾക്കുവാൻ ഇഷ്ടപ്പെടുന്നത്? നോക്കൂ, ഇന്ന് തലമുറകൾ പോലും ഈ കാര്യത്തിൽ വേറിട്ട് നിൽക്കുകയാണ്. അവർക്ക് ശാസനയോ ഉപദേശമോ, അതായത് മാതാപിതാക്കളുടെ പോലും അവർ ഇഷ്ടപ്പെടുന്നില്ല. നോക്കൂ, ഇവിടെ പറയാണ് കൽപ്പന ഒരു ദീപമാണ്. 119-ാം സങ്കീർത്തനം 105-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. പ്രിയ മക്കളെ, ഹല്ലേലൂയ, കാലിന് ദീപമായി പാതയ്ക്ക് പ്രകാശമായി കർത്താവിൻ്റെ വചനമായിരിക്കുമ്പോൾ നമുക്ക് വചനം എന്തായിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 1 മുതലുള്ള വാക്യത്തിൽ പറയുന്നുണ്ട്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. പ്രിയ മക്കളെ, ആ ദൈവത്തിൻ്റെ വചനമാണ് നാം ഓരോരുത്തരും പഠിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം ദീപമാണ്. അത് നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം. അതിനെ കെടുത്തിക്കളയുവാൻ നാം അനുവദിക്കരുത്. ഹല്ലേലൂയ. നാം ഈ നാളുകളിൽ ദീപം കത്തിക്കുന്നവരായി, അതായത് നമ്മുടെ തലമുറകളിലേക്ക് വെളിച്ചം പകർന്നു കൊടുക്കുന്നവരായി മാറണം. ഹല്ലേലൂയ. ചുറ്റുപാടുകൾ അന്ധകാരം കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ നാം ഒരു ദീപമായി, നമ്മുടെ തലമുറകൾ ഒരു ദീപമായി തന്നെ മാറണം. ഹല്ലേലൂയ. നാമും നമ്മുടെ തലമുറകളും ദീപമായി മാറുമ്പോൾ നമ്മുടെ ചുറ്റുപാടുകൾക്ക് നല്ലൊരു പ്രകാശമാകുകയാണ്. പ്രിയ മക്കളെ, ഇന്ന് എത്ര പേരാണ് ഇത് ആഗ്രഹിക്കുന്നത്? തലമുറകൾ ഹല്ലേലൂയ നഷ്ടപ്പെട്ട് വലിയ പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന അനേക മാതാപിതാക്കൾ ഈ നാളുകളിൽ കണ്ണുനീരൊഴുക്കുമ്പോൾ പ്രിയ മക്കളെ, നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ തലമുറകൾക്ക് വേണ്ടി. ഹല്ലേലൂയ. അവരൊരു ദീപമായി തീരുവാൻ, വെളിച്ചം പകർന്നു കൊടുക്കുന്നവരായി, അന്ധകാരത്തിൽ നിന്ന് അനേകരെ നേടിയെടുക്കുന്നവരായി തീരുവാൻ നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നത് നാം ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുവാനാണ്. ഹല്ലേലൂയ. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 15-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. നോക്കൂ, നാം ജ്യോതിസുകളെ പോലെ നിത്യമായി പ്രകാശിച്ചു നിൽക്കുന്നവരാകാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നാം പ്രകാശിച്ചു കഴിഞ്ഞാൽ ദുഷ്ടന് നമ്മുടെ അടുക്കലേക്ക് വരുവാൻ സാധിക്കുകയില്ല. നാം അന്ധകാരത്തെ മാറ്റി ലോകത്തിന് പ്രകാശം പരത്തുന്നവരാകണം. പ്രിയ മക്കളെ, ഹല്ലേലൂയ. ദുഷ്ടശക്തികളെയൊക്കെ ഹല്ലേലൂയ മാറ്റിക്കളഞ്ഞ് ഹല്ലേലൂയ അതിന്മേൽ ജയം കൊള്ളുന്നവരായി തീരണം. അന്ധകാരത്തെ മാറ്റി ലോകത്തിന് പ്രകാശം പരത്തണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ വചനം പകരണം. ഹല്ലേലൂയ. നാം ദൈവത്തിൻ്റെ വചനം ഹല്ലേലൂയ നമ്മുടെ ഉള്ളിലാക്കുമ്പോൾ ആ സന്തോഷം, ആ വെളിച്ചം മറ്റുള്ളവരിലേക്ക് നമുക്കും കാണിച്ചു കൊടുക്കുവാൻ സാധിക്കും.
നമ്മുടെ വിളക്ക് നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം. അത് കരിന്തിരിയുവാൻ സമ്മതിക്കരുത്. ഹല്ലേലൂയ. അതിനു മുമ്പായിട്ട് തന്നെ നാം പരിശുദ്ധാത്മാവുന്ന എണ്ണ ഒഴിച്ചിരിക്കണം പ്രിയ മക്കളെ. ആ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഹല്ലേലൂയ നമുക്ക് വെളിച്ചം പകർന്നു കൊടുക്കുവാൻ ഇടയായിത്തീരണം. ലൂക്കോസ് സുവിശേഷം 12-ാം അധ്യായം 35-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ അരകെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ. വ്യക്തമായി പറയാൻ കഴിയും, യേശു അപ്പൻ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ദീപം എപ്പോഴും കത്തുകയും അന്ധകാരം നീങ്ങിപ്പോകുകയും ചെയ്യും. ആമേൻ. സ്തോത്രം. ശമൂവേൽ പ്രവാചകന്റെ 2-ാം പുസ്തകം 22-ാം അധ്യായത്തിന്റെ 29-30 വാക്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട്, യഹോവേ നീ എൻ്റെ ദീപമാകുന്നു, യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. ഹല്ലേലൂയ. പ്രിയ മക്കളെ, യഹോവയാണ് നമ്മുടെ ദീപം. ഹല്ലേലൂയ. ഏതു ഭാരപ്പെടുത്തുന്ന വിഷയം കടന്നു വന്നാലും, അതായത് വൻമതിൽ പോലെ ഉയർന്നു പൊങ്ങി നിൽക്കുന്ന ഏത് വിഷയമായാലും ദൈവത്താൽ പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും. അവിടെ വിടുതൽ പ്രാപിപ്പാൻ ഇടയായിത്തീരും. അതുകൊണ്ടാണ് പറഞ്ഞത്, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും. ഹല്ലേലൂയ. നോക്കൂ, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. ഹല്ലേലൂയ. ശത്രുവിനെ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ നിഷ്പ്രയാസം തോൽപ്പിക്കുവാൻ നമുക്ക് കഴിയും. എങ്ങനെയാണ്? നമ്മുടെ കർത്താപ്പച്ചൻ നമ്മോട് കൂടെ ഉള്ളത് കൊണ്ട്. ഹല്ലേലൂയ. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും. ഹല്ലേലൂയ. ആ ഹല്ലേലൂയ വെളിച്ചം നമ്മളുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് ശത്രുവിനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല പ്രിയ മക്കളെ. ആ ശത്രുക്കളെയൊക്കെ ഓടിച്ചു കളയത്തക്കവണ്ണം ദൈവിക ശക്തി നമുക്ക് അപ്പൻ നൽകി തരും. ഹല്ലേലൂയ. നാം വായിച്ച വാക്യം, കൽപ്പന ഒരു ദീപവും ഉപദേശം ഒരു വെളിച്ചവും പ്രബോധനത്തിന്റെ ശാസനകൾ ജീവന്റെ മാർഗവുമാകുന്നു. ഹല്ലേലൂയ. ഇന്ന് ശാസനകളോ ഉപദേശങ്ങളോ ഒന്നും ആരും ഇഷ്ടപ്പെടുന്നില്ല. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മൾ അതിനൊക്കെ ഒന്ന് ചെവി കൊടുക്കുകയാണെങ്കിൽ, നമ്മുടെ കുറവുകൾ നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ, നമ്മൾ അത് ഏറ്റുപറയുകയാണെങ്കിൽ അവിടെ വിടുതൽ കണ്ടെത്തുവാൻ, ഹല്ലേലൂയ, കൂടുതലായിട്ട് വെളിച്ചം പകർന്നു കൊടുക്കുവാൻ നമുക്കിടയായിത്തീരും. ഹല്ലേലൂയ. നമുക്ക് തന്നെ നമ്മുടെ കുറവുകളെ കണ്ടുണരുവാൻ ഈ ദിവസങ്ങളിൽ ഇടയായിത്തീരുന്നു. ഹല്ലേലൂയ. നോക്കൂ, സദൃശവാക്യങ്ങളുടെ ഹല്ലേലൂയ ആ വാക്യത്തിൽ, അതായത് 6:22 മുതലുള്ള വാക്യങ്ങളൊക്കെ നോക്കുമ്പോൾ കൽപ്പനകളും ഉപദേശങ്ങളും ഒക്കെ എങ്ങനെയാണ്? നീ ഉറങ്ങുമ്പോൾ അത് നിന്നെ കാക്കും, നീ നടക്കുമ്പോൾ അത് നിനക്ക് വഴി കാണിക്കും, നീ ഉറങ്ങുമ്പോൾ അത് നിന്നെ കാക്കും, നീ ഉണരുമ്പോൾ അത് നിന്നോട് സംസാരിക്കും. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ വചനം നമ്മളെ കാക്കുന്നതായിട്ട്, നമ്മെ പരിപാലിക്കുന്നതായിട്ട്, നമ്മോട് സംസാരിക്കുന്നതായിട്ട് തീരണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. ഇരുവായ്ത്തലുള്ള വാളിനേക്കാളും മൂർച്ചയേറിയ കർത്താവിന്റെ വചനം നാം പറയുമ്പോൾ, ഹല്ലേലൂയ, അത് നമ്മെ, ഹല്ലേലൂയ, കേൾക്കുന്നവരെയും ഒരുപോലെ അത് വെട്ടുകയാണ് ചെയ്യുന്നത്. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ കൽപ്പന ഒരു ദീപമായി തന്നെ തീരട്ടെ, പ്രകാശം പരത്തുന്നവരായി തീരട്ടെ. ഹല്ലേലൂയ. ഉപദേശം ഒരു വെളിച്ചമായി, ഹല്ലേലൂയ, മറ്റുള്ളവർക്ക് നമ്മളൊരു ഹല്ലേലൂയ വെളിച്ചമായി തീരട്ടെ. അന്ധകാരത്തിന്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ജീവിതങ്ങളെ ഹല്ലേലൂയ നാം നേടിയെടുക്കുന്നവരായി, അവർക്ക് നമ്മൾ വെളിച്ചം പകർന്നു കൊടുക്കുന്നവരായി തീരുവാൻ ഈ ദിവസങ്ങളിൽ നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മെ കൊണ്ടാകുന്നത് നമ്മൾ ചെയ്യുവാൻ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ പ്രാഗൽഭ്യത്തോടായിത്തീരണം. പ്രിയ മക്കളെ, ഏൽപ്പിച്ചിരിക്കുന്നത് ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ വിശ്വസ്തയോട് ചെയ്യുകയാണെങ്കിൽ അവിടെ ദൈവപ്രവൃത്തി നമുക്കും അവർക്കും ഹല്ലേലൂയ ഒരുപോലെ അനുഭവിപ്പാനിടയായിത്തീരും. ഈ ദിവസങ്ങളിൽ നമ്മെ തന്നെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ആ ശാസനകൾ കേട്ട് ജീവന്റെ മാർഗമാകുന്ന ശാസനകൾ, ഹല്ലേലൂയ, വെറുതെ ആയിരിക്കത്തില്ല ആര് ശാസിക്കുന്നത്. അത് നമ്മുടെ ഹല്ലേലൂയ നല്ലതിനു വേണ്ടിയാണ്. പ്രിയ മക്കളെ, അത് നമുക്ക് ഏറ്റെടുക്കുവാൻ നമുക്ക് ഉത്തരവാദിത്തപ്പെട്ടവരാണ്, അതിന് ഒരുക്കമുള്ളവരായിരിക്കണം. ഈ ദിവസങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, എന്ന് വചനം കേൾക്കുന്ന ജീവിതങ്ങളിലെ എന്തെല്ലാം കുറവുകളാണ്, ഹല്ലേലൂയ, കേൾക്കേണ്ടത് കേൾക്കുവാൻ, അവരുടെ കുറവുകൾ കണ്ടുപിടിക്കുവാനുള്ള ഹല്ലേലൂയ
ഒരു ദിവസമായി തീരുവാൻ സഹായിക്കണമേ. ഇന്നത്തെ വചനം ഓരോ മക്കളുടെ ജീവിതത്തിൽ ഹാലലിയ ദീപമായി തീരട്ടെ. ഹാലലിയ നിരന്തരം കത്തിക്കൊണ്ടിരിക്കുന്നതായി തീരട്ടെ കർത്താവേ. മറ്റുള്ളവരിലേക്ക് വെളിച്ചം പകർന്നു കൊടുക്കുന്നതായി തീരുവാൻ ദൈവമേ സഹായിക്കണമേ. കർത്താവിന്റെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. എൻ്റെ അപ്പൻ അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ട് ഓരോ മക്കളുടെ മേലും ദൈവത്തിന്റെ അത്ഭുതകരം നീട്ടിയിരിക്കാൻ സ്തോത്രം. എല്ലാ മാനവും മഹത്വവും കർത്താവിന് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.